ചായയൊക്കെ ഞാനിട്ടു. ദാഹിച്ച് മനുഷ്യന് തൊണ്ടയൊക്കെ വരണ്ടു. എത്ര നേരം പുറത്തെ ബഹളമൊന്നും ഒഴിയാൻ കാത്തു നിൽക്കുന്നേ. എന്തായാലും ആ പോലീസുകാരനോട് വായിട്ടലച്ചതല്ലേ, ഇത് കുടിക്ക്. ആ ക്ഷീണൊന്ന് മാറട്ടെ. ദാമേ. എനിക്ക് വേണ്ട. എന്താ അമ്മ എന്താ വല്ലാതിരിക്കുന്നത്? ഇപ്പോഴും ആ പേടി വിട്ടില്ലേ? അല്ല മോളെ, നിങ്ങളെ സത്യാമ്മ വീട്ടിലേക്ക് കയറ്റാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടല്ലോ. സത്യാമ്മ പക്ഷെ ഒരിക്കലും എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നിച്ച് നമുക്ക് ആ വീട്ടിൽ കഴിയാന്ന്. ഇനിയും എന്തിനാ അങ്ങനെ പറയണോന്ന് വാശി പിടിക്കുന്നത്? അച്ഛൻ അതിനായിട്ടാണല്ലോ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചത്. എന്റെ അമ്മ, അതുകൊണ്ട് എന്താ കാര്യം? ഇതിനു മുമ്പും ഇതുപോലെ സത്യാമ്മ മുന്നിട്ട് തന്നെയല്ലേ എന്നെ ആ വീട്ടിലേക്ക് വിളിക്കുകയും സ്നേഹപൂർവ്വം എന്നെ ക്ഷണിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് എന്തായി? കൂടിയ 1-2 മാസം. അതിനുള്ളിൽ ഈ വിളിച്ചതും പറഞ്ഞതും എല്ലാം സത്യാമ്മ അങ്ങ് മറക്കും. സത്യാമ്മയുടെ ശരിയായ സ്വഭാവം എടുക്കുകയും ചെയ്യും. എന്തായാലും എല്ലാവർക്കും അനുകൂലമായ രീതിയിൽ ഒരു തീരുമാനം മോൾ എടുക്കണമെന്നേ ഞാൻ എന്തായാലും പറയുന്നുള്ളൂ. വിഷ്ണുവും വിഷ്ണുവിന്റെ അച്ഛനും എല്ലാം നീ ചെല്ലൂന്നുള്ള പ്രതീക്ഷയെ തന്നെയായിരിക്കുന്നത്. ഞാനും അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചു കഴിയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആള് തന്നെയാ. പക്ഷെ മുന്നോട്ടുള്ള സത്യാമ്മയുടെ സ്വഭാവ രീതി അറിയാതെ എനിക്കൊന്നും പറയാനാവില്ലമ്മേ. മോളെ, ഞാൻ നിന്റെ ഇനിയുള്ള ജീവിതം... ഇവളുടെ ഇനിയുള്ള ജീവിതത്തിൽ എന്ത് വരാനാമേ? ഇനി എന്ത് വന്നാലും ഇവൾക്കത് നേരിടാനും പറ്റും. കാരണം ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഇവൾക്കില്ല. അതുപോലെയാണോ എന്റെ കാര്യം? ഒരു പ്രതീക്ഷയില്ലാതെയല്ലേ എന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ. എന്റെ കാര്യത്തിൽ അമ്മ ഇതുപോലെ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എടി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരമ്മയ്ക്ക് മക്കളെ അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. ശാലിനിയുടെ കാര്യം ഉടനെ നടക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് അക്കാര്യം സംസാരിച്ചത്. ഓ, അപ്പൊ എന്റെ കാര്യത്തിൽ ഇക്കാലത്തൊന്നും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാല്ലേ? ഓ, ഈ പെണ്ണ്. ചേച്ചി ഇങ്ങനൊന്നും സംസാരിക്കരുത്. രാജീവ് സാറ് വരാതെ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? നാട്ടിൽ നിൽക്കുന്ന രാജീവ് സാറിന്റെ അമ്മയോടും അമ്മാവനോടും സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? അപ്പൊ പിന്നെ രാജീവ് സാറ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. അതെ, എന്റെ കാര്യമാകുമ്പോ വഴി കാണില്ല.